ഇന്ത്യയിൽ ക്ഷാമത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ചാക്ക് അരിയോ ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചാൽ അറസ്റ്റ് ചെയ്യും. പണ്ട് ട്രഷറി വഴി അരി വിതരണം ചെയ്തതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഗോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതുപോലെ ഫ്രൂട്ട്സ് ഇതെല്ലാം വളരെ സ്കേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെ സ്കേഴ്സിറ്റിയുടെ അഭാവം മൂലം പല സ്ഥലത്തും എത്തിച്ചേരാത്തതിൻ്റെയൊക്കെ അഭാവം മൂലം പലർക്കും ഇന്ത്യയിൽ ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷാമമൊക്കെ ഉണ്ടായിരുന്ന കാലത്തുനിന്ന് ഇന്ത്യ ഇന്ന് എല്ലാം സ്വയം പര്യാപ്തമായ രീതിയിൽ എത്തിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചില ഭരണാധികാരികളുടെയൊക്കെ നേട്ടമാണ്. ഭരണാധികാരികൾ അതിനെ ഇച്ഛാശക്തിയോടുകൂടി നേരിട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ആയാലും അത് ഏത് ഗവൺമെൻറ് ആയാലും. അത് പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധിയാണ് നോർമൻ ബോർലോ എന്ന് പറഞ്ഞ ജർമ്മൻ ശാസ്ത്രജ്ഞനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ അതുപോലെ MS സ്വാമിനാഥൻ, ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ആദ്യത്തെ DG ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. നോർമൻ ബോർലോഗും MS സ്വാമിനാഥനും ഒക്കെ ചേർന്നുള്ള റിസർച്ചിൻ്റെ ഫലമായിട്ട് ഒരുപാട് അത്യുൽപാദന ശേഷിയുള്ള അരിയും ഗോതമ്പും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ലഭിച്ചു. കൂടാതെ ICR എന്ന് പറഞ്ഞ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറിൻ്റെ രൂപഭാവം കൊടുത്തു. ഇന്ത്യയുടെ നാനാഭാഗത്ത് റിസർച്ചിനുകൾക്ക് വേണ്ടി സെൻറ്ററുകൾ തുറന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് വൈൽഡ് ക്രോപ്പ് വളർന്ന ഒരു സ്ഥലത്ത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെക്കും. അതായത് ഒരു സ്ഥലത്ത് ചുമ്മാതിട്ടാൽ കളിക്കുന്ന എന്ത് സാധനമുണ്ടോ അവിടെ ഒരു റിസർച്ച് സ്റ്റേഷൻ അവർ വെക്കും. ഇപ്പോൾ തിരുവനന്തപുരം നമുക്ക് നോക്കുകയാണെങ്കിൽ CTCR സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നമുക്ക് കാച്ചിൽ, ചേന, മധുരക്കിഴങ്ങ് അങ്ങനെ എല്ലാ ട്യൂബർ ക്രോപ്സുകളും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കാസർഗോഡ് ജില്ലയാണെങ്കിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. അത് കഴിഞ്ഞ് കർണാടകത്തിലൂടെ ജില്ലയാണ് വിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് അരക്കനട്ട് റിസർച്ചിൻ്റെ സ്റ്റേഷനുണ്ട്. അവിടെ കർണാടകത്തിൽ അരക്കനട്ട് കൂടുതലായിട്ടുണ്ട്. കോഴിക്കോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്പൈസസ് റിസർച്ച് സ്റ്റേഷനുണ്ട്. അതുപോലെ നമ്മുടെ മറൈൻ ഫിഷറീസ് എന്ന് പറയും കൊച്ചിയിൽ ചെല്ലുവാണെങ്കിൽ അതുണ്ട്. ജമ്മു കാശ്മീർ ചെല്ലുവാണെങ്കിൽ ആപ്പിൾ റിസർച്ച് സെൻ്ററുണ്ട്. പൂനെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഗ്രേപ്പ് റിസർച്ച് സ്റ്റേഷനുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ 10-200 സെൻറ്ററോളം ഇന്ത്യയുടെ നാനാഭാഗത്തും എവിടെ വൈൽഡ് ക്രോപ്പ് വളർന്നു അവിടേക്കെല്ലാം സ്ഥാപിച്ച് റിസർച്ച് നടത്തി വരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ആ ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്കിന്ന് പോംഗ്രാനൈറ്റൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രൈസായിരുന്നു. ഇതൊക്കെ ലാവിഷായിട്ട് ഇപ്പോൾ പോംഗ്രാനൈറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ICRൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് പൂനെയിലെ പൂസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നത്. അവിടെയാണ് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് പ്ലാന്റുകളുടെ എല്ലാം ജനറ്റിക് റിസോഴ്സുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അന്റാർട്ടിക്കയിലും ചെറിയ സ്റ്റേഷനൊക്കെ നമുക്കുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അന്റാർട്ടിക്കയിൽ ചില രാജ്യങ്ങൾക്ക് ഉള്ള പോലെ നമുക്കും അവിടെയൊക്കെ സ്റ്റേഷനുണ്ട്. ഇവിടെയെല്ലാം വിത്തുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ഷാമമോ ഭൂകമ്പമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെല്ലാം തിരിച്ചെടുക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെ പദ്ധതിയൊക്കെ കൊണ്ടാണ് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സൊക്കെ പൂസയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബൃഹത്തായ റിസർച്ചുകളും അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അഗ്രികൾച്ചർ ഓഫീസുകളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. റിസർച്ചും അഗ്രികൾച്ചറിൻ്റെ യഥാർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ എക്സ്റ്റൻഷനും ഒക്കെ വരുന്ന ഒരു വലിയ ശൃംഖലയാണ് കൃഷി മന്ത്രാലയം. കൃഷി എന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് ക്ഷാമം ഉണ്ടാവാതിരിക്കണം. അത് ഏറ്റവും അടിസ്ഥാനമാണ്. ഫുഡ് ആണ് ബേസിക്. ഓരോ സമയം നോട്ടുണ്ടായിട്ട് കാര്യമില്ല.